ആദ്യമേ തന്നെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടിയപ്പോൾ നമ്മളെല്ലാവരും എടുത്തിരുന്ന തീരുമാനം തീർച്ചയായിട്ടും സുഗതൻ കൌൺസിലർ വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അതിൽ നിയമപരമായിട്ട് ഭരണഘടനയും കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ നിയമങ്ങൾ പ്രകാരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ അവധി എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്താണെന്നുള്ള വലിയൊരു ലീഗൽ ഇന്റർപ്രിട്ടേഷൻ തന്നെയുണ്ട്. അപ്പം അവധി എന്ന് പറയുന്നത് ഒരാൾ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ കൊടുക്കുന്ന അവധിയല്ല ഇത്. അങ്ങനെയൊന്നും കൊടുക്കാനെന്നുള്ള നിയമം ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടും ഇല്ല. അതുകൊണ്ട് നാളെ അദ്ദേഹം വന്നില്ലെങ്കിൽ കൃത്യമായിട്ട് 3 കൌൺസിൽ പങ്കെടുത്തിട്ടില്ല, അതനുസരിച്ചുകൊണ്ട് 3 കൌൺസിൽ പങ്കെടുക്കാത്ത കൌൺസിലറെ പുറത്താക്കാനുള്ള തീരുമാനം, അതിനുള്ള റിക്വസ്റ്റ് UDF-ന്റെ കൌൺസിലേഴ്സ് എല്ലാവരും നാളെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ല, അവധി എന്ന് പറയുന്നതേ ഈ അവധിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എടുക്കുന്ന ഒരു പ്രാക്ടീസാണ് അവധി. നിയമത്തിൽ എവിടെയും അവധി എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഓരോ കൊലക്കത്തിയും പിടിച്ചുകൊണ്ട് കൊലക്കേസ് പ്രതി അടക്കമുള്ള ആൾക്കാർ മത്സരിച്ച് നാളെ അവധി വാങ്ങിച്ചിറങ്ങിയിരിക്കും. അല്ലെങ്കിൽ 3 വർഷം ആരെങ്കിലും വേറെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്ന് അവധി പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തിന് കൃത്യമായിട്ട് ലീവെന്ന് ഒരു വാക്കുപോലും നിയമത്തിൽ പറയുന്നില്ല. അപ്പം എന്താണ് അവധി? ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം ചിലർക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള എക്സംഷനാണ്. ആ എക്സംഷൻ എന്തായാലും കാപ്പ കേസ് പ്രതിക്ക് വിയൂർ കിടക്കുന്ന പ്രതിക്ക് ആ എക്സംഷൻ ഇല്ലല്ലോ. ആ എക്സംഷൻ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളപ്പോൾ നമ്മൾ അനുവദിക്കുന്നതാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്തുകൊണ്ടും നിയമത്തിൽ ഇല്ലാത്ത ഒരു വകുപ്പ് കൊണ്ടുവന്ന് സുഗതനെ രക്ഷിക്കാമെന്ന് കരുതണ്ട. കൃത്യമായിട്ട് നാളെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെങ്കിൽ 3 കൌൺസിൽ വരാത്ത സുഗതൻ എന്ന കൌൺസിലറെ പുറത്താക്കണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് UDF ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, ഇപ്പോൾ സുഗതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ 6 മാസമായിട്ട് ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാ കൌൺസിലേഴ്സിനും തീരദേശ മേഖല മുതൽ നഗരഹൃദയം വരെയുള്ള കൌൺസിലേഴ്സിന്റെ പരാതി എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഫോൺ വിളിയും കുറ്റവും കേട്ട് മടുത്തിരിക്കുകയാണ്. ഇവിടെ റോഡുകളുടെ അവസ്ഥ, കുടിവെള്ളത്തിന്റെ അവസ്ഥ, ഇവിടെ തെരുവ് നായകളുടെ ഒരു കൺട്രോൾ ഉണ്ടാകുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രശ്നം ഒരു പരിഹാരവുമില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വിഷയം എന്തിന് ഞാൻ മനസ്സിലാക്കുന്നു, വാർഡ് കമ്മിറ്റികളുടെ ഡീറ്റെയിൽസ് പോലും നാളത്തെ കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഭരണത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇവർക്കില്ല. 6-7 മാസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മാസ്റ്റർ പ്ലാന്റെ കാര്യം കൊണ്ടുവരുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതൊന്നും ചെയ്യാനില്ല, ഒരു താല്പര്യമില്ല. സുഗതനെ ചേർത്ത് പിടിച്ച് സ്വയം അണയാൻ പോവുകയാണ് ഈ കൌൺസിൽ കം. അല്ല, ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥി തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം, അതിൽ ഇഡിയറ്റ്സ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ BJPയിലെ എന്റെ സഹപ്രവർത്തക സുഹൃത്തുക്കൾക്കും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. അവർ പറയുന്നത് ടെക്നിക്കലായിട്ട് സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ഞാൻ പറഞ്ഞതുകൊണ്ട് നാളെയാണ് 1ാമത്തെ കൌൺസിൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20 കൌൺസിലർമാരെ കൊണ്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 മാസം മുമ്പ് അവർ അപ്രൂവ് ചെയ്ത ബഡ്ജറ്റ് നിങ്ങൾ ഇല്ലാതാക്കുമോ? ഇതാണ് പ്രശ്നം. BJPക്കാർക്ക് നിയമം അറിയത്തുമില്ല, ബോധവുമില്ല, ഈ ഭക്തി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവരോട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പഠിപ്പിച്ചു തരാം നമ്മൾ.